പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ ഈ കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. അവിടെ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത് അതിന് ഇവരൊന്നും ഇല്ല വെച്ചത്, നാഫീനല്ല വെച്ചത്. 2 ദിവസം കഴിഞ്ഞിട്ടാ. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ കാര്യം പറഞ്ഞിരുന്നു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. സംഘർഷമാണ് ഇത്തരത്തിലൊരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്ക്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഷഹബാസിന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള സുഹൃത്താണ്. ഷഹബാസ് ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം എത്തുന്നത് നദാലിന്റെ അടുത്തേക്കാണ്. ഇവനായിരുന്നു ആ സമയത്ത് ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷഹബാസിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ സുഹൃത്തായിരുന്നു. മോന്റെ അടുത്തേക്കായിരുന്നു എത്തിയത് അല്ലേ? എന്താണ് അവൻ വന്നിട്ട് എന്ത് പറഞ്ഞു? തല പെരുക്കുന്ന ഒന്ന് കെടുക്കട്ടെ വെച്ച് മുഖം കൈ ആ തിണ്ണമ്മ കിടന്ന് കുറെ വിളിച്ചു നോക്കി, ഒന്നും പറയുന്നൊന്നുമില്ല. അവന് കൂടുതലുള്ളതെന്ന് ചോദിച്ചപ്പോൾ തല്ല് കിട്ടി അവനെ തമാശ രീതിയിലാണ് പറഞ്ഞത്. അവനെ വിളിച്ചിട്ട് അവനെ എണീക്കുന്നുമില്ല. അപ്പോൾ വെള്ളമാണെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഈ ഷഹബാസ് ഈ വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നമുണ്ടായി വന്നതിന് ശേഷം എത്തുന്നത് ഈ നദാലിന്റെ വീട് ഷഹബാസിന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഇവർ ഒരുമിച്ചായിരുന്നു അല്ലെ? കളിക്കാനൊക്കെ ഒരുമിച്ചായിരുന്നു. ഒരു സ്കൂളിലാണോ പഠിക്കുന്നത്? അപ്പൊ ഇവര് ഒരുമിച്ചായിരുന്നു. അപ്പൊ ഷഹബാസ് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം വന്നത് നദാലിന്റെ അടുത്തേക്കായിരുന്നു. നദാലിന്റെ വീട്ടിൽ വന്നു, പുറത്ത് ഈ എറയത്ത് കിടന്നു. അതിനുശേഷമാണ് ഇവരുടെ അടുത്ത് തല്ലുണ്ടായി, തല പെരുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് കുറെ നേരം കിടന്നു, സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഷഹബാസ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. പിന്നീടാണ് അവിടെ നിന്നാണ് ഒട്ടും പറ്റാത്ത രീതിയിൽ അവശനായ രീതിയിലാണ് ഈ ഷഹബാസിനെ ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഷഹബാസ് ഈ മരിക്കുന്നത്. ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. തമാശ രീതിയിലാണ് കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഷഹബാസിന്റെ തല്ല് കിട്ടി എന്നൊരു കാര്യം ഈ കുട്ടിയോട് പറയുന്നത്. അതിനുശേഷമാണ് ഈ കുട്ടി വീട്ടിലേക്ക് പോകുന്നതും രാത്രി 7 മണിയോടെ വൈകി തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം വീട്ടിൽ വന്ന് അവിടെ നിന്നാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു കുടുംബത്തിന്റെ തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഇല്ലാതായത്. 3 അനിയന്മാരുണ്ട് ഷഹബാസിന് താഴെ. ഇവരെക്കാളൊക്കെ ഒരുപാട് മൂത്ത കുട്ടിയാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഒരു നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ കൂട്ടുകാർക്കൊക്കെ അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു തൊട്ടടുത്തുള്ള ഒരു കടക്കാരനോട് ചോദിച്ച ആ സമയത്ത് പോലും ഇദ്ദേഹം പറയുന്നത് കുട്ടി കടയിലേക്ക് വരുമായിരുന്നു, പണമില്ലാത്ത സമയമായിരുന്നെങ്കിൽ ഒരു കഴിക്കാനുള്ള ഒരു ഭക്ഷണം എടുത്ത് പിന്നീട് തരാം എന്ന് പറഞ്ഞു പോകുന്ന അത്രയും ആ സമയത്ത് തന്നെ കുട്ടിയുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ഇവരൊക്കെ കുട്ടിയോട് അത്രയും നല്ല രീതിയിലായിരുന്നു കഴിക്കാനുള്ളത് കൊടുക്കാനും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരോടും